യുവജനങ്ങളെ, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുവാനായി, ആ ഒരു ഉദ്ദേശം നിങ്ങളുടെ മേൽ നൽകുവാനായി ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ഹോപ്പ് TV ഒരു പ്രോഗ്രാം നിങ്ങൾക്കായി ഒരുക്കുകയാണ്. ദൈവിക പദ്ധതി യുവജനങ്ങൾക്കു വേണ്ടി. ഈ പ്രോഗ്രാം നിങ്ങളേവരും മറക്കാതെ കാണുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗോഡ്സ് പ്ലാൻ ഫോർ യൂത്ത്. ദൈവത്തിന് നിങ്ങളുടെ മേലുള്ളതായ ദൈവിക പദ്ധതി എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വിചാരങ്ങൾ എന്തൊക്കെയാണ്? ഈ ചർച്ചയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ചർച്ചയിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ അനുരാധ സുനിൽ. നമുക്ക് ആ പ്രിയമായ വ്യക്തിയെ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വി വെൽക്കം യു മാം. കഴിഞ്ഞ 26 വർഷങ്ങളായി കേരളത്തിൽ സേവനം ചെയ്യുകയാണ്. ഒരു ഡെന്റൽ സർജനായി കഴിഞ്ഞ 4 വർഷത്തോളമായി പട്ടാമ്പിയിലെ ഡെന്റൽ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. ഗോഡ്സ് പ്ലാൻ ഫോർ യൂത്ത് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ സ്റ്റുഡിയോയിലായിരിക്കുന്നു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകമായി നന്ദി ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ നാം ചിന്തിക്കുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം ഡിസിപ്ലിൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. വാട്ട് ഈസ് ഡിസിപ്ലിൻ? Discipline is having a consistently regular lifestyle made up of good habits. For example, you can see this in athletes or sports people. Soldiers. Very disciplined, yes. Soldiers in the army or navy or air force. Okay. They are very disciplined. They wake up at a certain time. They have a certain schedule. They do things at a certain time. They eat at a certain time. They work at a certain time. They sleep at a certain time. It is like a timepiece. It is not like a yeah. Because in a way. I heard many young people are saying, I don't want to live in that way. അങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം like a timepiece. ഒരു സമയം സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ. I want freedom. I want to live as I like. You can have so much freedom, so much more freedom when you lead a disciplined life. Because you have freedom to do. Is it a plan of God? Yes, it is the plan of God, and it is the plan that He would like each one of us to have. എന്താണെന്നറിയോ, ഒരു ഡിസിപ്ലിൻ ലൈഫ് ആവുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എൻ്റെ ഡിസിപ്ലിൻ ഇല്ല, ടൈം മാനേജ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ് ഇല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ആകർഷിക്കുന്നുണ്ട് ചെയ്യാൻ, അതൊക്കെ വിട്ടുപോകും. പച്ചടക്കം തീർച്ചയായിട്ടും ദൈവഹിതമാണ്. നാം ചെയ്യുവാനായിട്ട് God is expecting of each one of us that we should be disciplined in our life. Yes. We should be disciplined about so many things. I think first of all we need to be disciplined about our time. I think we'll be discussing it also. Okay. Time management പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ഉണ്ട്. ശരിക്കും അപ്പോൾ ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നാം ഈ ലോകത്ത് കാണുന്ന യങ്സ്റ്റേഴ്സ്, യങ് പീപ്പിൾ, യുവജനങ്ങൾ, are you saying that they are not disciplined? They are not well? I think many of them are not. For example, if you just walk into somebody's room, a young person's room, it is always at 6s or 7s, ഒരു തുണിയൊക്കെ അങ്ങനെ ഷീറ്റ് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നേരായിട്ട് വെച്ചിട്ടില്ല. ഡിസിപ്ലിൻ ആണോ? ഡിസിപ്ലിൻ ആണ്. നമുക്ക് എണിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ ഷീറ്റ് മടക്കാം, എൻ്റെ ഷീറ്റ് നേരാക്കാം. Those are simple things, but small things which make a big difference. It is establishing a system of order in your life. Okay. Because the universe is in order. Somebody has to teach them, or they have to learn by themselves? I think somebody has to teach them from childhood. I think Manav endana, we are not born knowing everything. Yeah. Okay, we look at good role models, we learn from them. നമ്മൾ പേരൻസ് പഠിപ്പിക്കും, ടീച്ചേഴ്സ് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആൾ കാണുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അവർക്ക് അത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു,
ഞാൻ അത് ചെയ്യാൻ തുടങ്ങാം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മളുടെ ജീവിതത്തിൽ. അങ്ങനെ ആയിട്ട് ഞങ്ങൾ പഠിക്കും. അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി ഹൗ ടു ബി ഡിസിപ്ലിൻഡ് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഒരു വ്യക്തി ഇപ്പൊ നമ്മൾ യുവാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഡിസിപ്ലിൻഡ് ആയി ജീവിക്കുവാൻ ആരംഭിക്കേണ്ടത് ഇപ്പോഴല്ല, ഫ്രം ദിയർ വെരി ഏർലി സ്റ്റേജസ്. അവരൊരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോഴേ അവരുടെ ഡിസിപ്ലിൻ ആക്കി തുടങ്ങണം. പക്ഷേ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ലേൺ. ദർ ഇസ് hope is not lost if you are not disciplined. You can always learn. You need to have a willing mind. പിന്നെ ഡിസിപ്ലിനിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ഇത്തിരി ഓർഡർലി ലൈഫ് ഉണ്ടാവില്ലേ? അത് ഞങ്ങൾക്ക് ഓർഡർലി ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി ലൈഫ് ഓർഡർലി ആവുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സ് ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. We will be so happy. പിന്നെ എന്തെങ്കിലും ചാലഞ്ചസ് ആവുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങളാവുമ്പോൾ നമുക്ക് ആ ഉള്ളിയേണ്ട ഒരു പ്രശാന്ത ഒരു സിറിനിറ്റി ഉണ്ടാവും ടു ബി ഏബിൾ ടു സിറ്റ് ആൻഡ് ടാക്കിൾ ദിസ് സിറ്റുവേഷൻ. പേഴ്സണലി സ്പീക്കിംഗ്, ഞാനൊരു വീട്ടിൽ പോകുമ്പോൾ ആ വീട് ക്ലീൻ അല്ല, വൃത്തിയില്ല, ഒരു ടൈഡി അല്ല എങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ദാറ്റ് ഹൗസ് അഗെയിൻ. വിസിറ്റിംഗ് എ ഫ്രണ്ട്സ് ഹൗസ്, മേ ബി ഒരു സുഹൃത്തിന്റെ മുറി സന്ദർശിക്കുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലീൻ, വി ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് അഗെയിൻ. വി ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് പ്രേയിങ് ഇൻ ദാറ്റ് റൂം. If the church is not clean, if the company is not clean, the office room is not clean, everything is dirty, not kept it in a proper order, we don't feel like going and working there. That comes under discipline. Yes, that comes under discipline. Unless you are disciplined, then you will have a schedule to clean your simple thing. Start with your own bedroom or bathroom. നിങ്ങൾ പോകുമ്പോൾ ബെഡ്റൂം എനിക്കാ ഷീറ്റ് നേരാക്കുക, പില്ലോ put the pillow in its place, fold the sheet that you are covering on, put it at its place, അല്ലേ? അതൊക്കെ നേരായി. പിന്നെ എനിക്കാ, പിന്നെ പോവാ, wash your face, put your toothbrush in the same place, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ these are the basic lessons. പക്ഷെ എന്തുകൊണ്ടാണ് യുവജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെ they are not disciplined? They have to learn to be for their own good. They will suffer in life if they are not disciplined. ഈ സിമ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? ഒരു ശീലമാവുമല്ലോ, ശീലമായിട്ട് ഒരു ഡിസിപ്ലിൻ ലൈഫായിട്ടാവും. ഇത് മാത്രമല്ല, it becomes a habit. Habits form your character. Anything you do for the first time is a little difficult. കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്താൽ കുറച്ച് ഈസി ആവും. മൂന്നാമത്തെ പ്രാവശ്യം ചെയ്താൽ ഇനി കുറച്ച് ഈസി ആവും. ആൻഡ് ദെൻ പതുക്കെ ഒരു 21 days കഴിഞ്ഞിട്ട് അത് ഒരു ഹാബിറ്റായി. സി ഫോർ എക്സാമ്പിൾ, ഞാൻ ദിവസം ജോലി സ്ഥലത്ത് ലേറ്റ് പോകും. സപ്പോസിങ് എന്തൊക്കെയോ ട്രാഫിക് ബ്ലോക്ക് ആയി, ഇതായി അതായി എന്തൊക്കെയോ ആയി, ഞാൻ ലേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഇംപ്രഷൻ എന്താണ്? ഓ, ഡോക്ടർ അനുരാധ, ഷീസ് ഓൾവേസ് ലേറ്റ്, ഷീസ് എ ലേറ്റ് കമ്മർ. ആ ലേബൽ ഒട്ടിച്ചു. ബിക്കോസ് എപ്പോഴും ഞാൻ ലേറ്റ് ഇല്ലേ, അപ്പോൾ അത് എൻ്റെ ക്യാരക്ടറായി പോയില്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ പ്രോഗ്രാം കാണുന്ന നിരവധി യുവജനങ്ങൾ അങ്ങനെ ഉള്ളവരായിരിക്കത്തില്ല, ഡിസിപ്ലിൻഡ് ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കണ്ടിട്ട് ആ ഒരു മാറ്റം അവർക്കുണ്ടാകുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വേഗത്തിൽ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഞങ്ങൾ ധാരാളമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ രസകരമായ നിങ്ങളുടെ കഥകൾ, നിങ്ങൾ ഇപ്രകാരം ഡിസിപ്ലിൻഡ് ആകുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടതായ പ്രയാസങ്ങൾ, അപ്രകാരമുള്ള കഥകൾ, ഇതൊക്കെയും ഞങ്ങൾ കേൾക്കുവാൻ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരിക, ഞങ്ങളോട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കുക, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ പങ്കുവയ്ക്കുക, മറ്റുള്ളവരുമായിട്ട് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നേരത്തെ നമ്മൾ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞു നിർത്തുകയുണ്ടായി. എങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, ഒരു പരാതി, യുവജനങ്ങളൊന്നും ഡിസിപ്ലിൻഡ് അല്ല. ആസ് എ പ്രൊഫസർ, ആസ് എ പ്രിൻസിപ്പൽ, യു വിൽ നോ, your teachers will come and tell, oh, my students are not disciplined, they are not coming on time, they are not doing things on time, they are not studying well. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് നമുക്ക് ധാരാളം പേരെ കുറിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
Okay, I am also a young person, so I don't want to, make you hear that statement from any other teachers. അപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന യുവജനങ്ങൾ എല്ലാവരും അങ്ങനൊരു പരാതി ഞങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ പോലെയുള്ള യുവാക്കൾക്ക്, എന്നെ പോലെയുള്ള യുവജനങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയി മുൻപോട്ട് പോകുവാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? കുറേ ഏരിയാസ് ഓഫ് ലൈഫ് ഉണ്ട്. നമുക്ക് പേഴ്സണൽ ഏരിയ ഓഫ് ലൈഫ് ഉണ്ട്. ജനറലി അവർ ഓൺ പേഴ്സണൽ time to wake up, time to sleep, time to eat, should be regular. Okay. When you're regular and you have your lifestyle is disciplined, you also enjoy good health. അതുണ്ട്. Okay. That is a benefit. അത് ശരിയാണ്. You are more organized because you are disciplined. So you have to choose the areas of life that you want to be disciplined in, first of all. I'll give you some suggestions. Okay. First of all, I think we need to be disciplined in the area of our prayer life. Okay. Wake up at a certain time, go to a certain place, have your prayer, Bible study regularly at the same time, in the same place, for the same period, every day. Every day. It should become a habit. Next, discipline in the way we speak. It works for you? It works for me. Okay. It works for me. I've got so used to it now. Okay. It is second nature to me. It's automatic. Yeah. It has become a character. It has become a character. Okay. Secondly, എന്താ നമ്മൾ Personal. എങ്ങനെ സംസാരിക്കും? ഡിസിപ്ലിൻ ഇൻ ആർ കോൺവെർസേഷൻ. Okay. ഞാൻ ആരോ എന്തോ പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് തിരിച്ച് റിയാക്ട് ആയിട്ട് എന്തോ ചീത്ത വാക്ക് പറയാം. അത് ഹോൾഡ് ചെയ്യാം. Yeah. ശരിക്കും അങ്ങനെയുള്ള കുറേ പേരെ കാണാറുണ്ട് പൊതുവെ. പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. ചിലപ്പോൾ they even beat. Yes. They even break something. സെൽഫ് കൺട്രോൾ ഇല്ല. അതാ. They're not disciplined. They are not disciplined about their own tongues. Okay. So first of all, they have to... വേദപുസ്തകം പറയുന്നുണ്ട് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് നിയന്ത്രിക്കുവാൻ പാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാവ്. Correct. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ we can actually tackle any situation. Exactly. True. So ഞങ്ങൾ കോൺവെർസേഷനിൽ ഞങ്ങൾ കേട്ടിട്ട് ശേഷം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണ്ട. കുറച്ച് ആലോചിക്കുക. ഞാൻ പറഞ്ഞത് അത് ലാഭമാണോ, അത് ഒരു സോഫ്റ്റ് ആണോ, അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണോ, അത് എഡിഫൈങ് ആണോ, അത് ഞാൻ എൻ്റെ ജവാബായിട്ട് മറ്റേയാൾ കേൾക്കുമ്പോൾ അവർക്ക് എങ്ങനെ തോന്നും. സോ a little bit of thought before you respond. മലയാളത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചു വരില്ല. സോ നമ്മൾ ബിഫോർ യു സ്പീക്ക് തിങ്ക് മേ ബി ട്വൈസ്, മേ ബി മോർ ദാൻ ട്വൈസ്. ഐ തിങ്ക് ഒരു കഥ ഉണ്ട്. one person heard about a boy, something about one boy had said something about somebody which ruined that person's reputation. And he goes to one sage. Sage പറഞ്ഞ ഒരു priest പോലെ ആള് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ആയി പറഞ്ഞിട്ട്. So how can I rectify that? He felt bad. So the sage tells him, he gives him a box of feathers. And then he says, നീ ആർക്ക് അവരുടെ വിഷയം സംസാരിച്ചിട്ടുണ്ട്, അവർ വീട്ടിൽ പോയിട്ട് അവർ ഡോർ സ്റ്റെപ്പ് മേലെ ഈ ഫെദർ വെക്കാം, ഒരു ഫെദർ വെക്കാം. So this boy takes the box and he goes and puts one feather in front of each person's house to whom he had told bad things about the other person. And then come back to me പറയും. He goes back to the sage and the sage says, okay, now in the evening you go back, pick up each feather and bring it back to me. Then this boy looks at him and then he says, how can I bring back each feather and give it back to you? By the time evening comes, all the feathers will fly away. Yes. Then he says, so it is. The words. Once you have let them out of your mouth, it is very difficult to get it back. Almost impossible sometimes. So one should be very careful. Abusive words. Yes, abusive word, hurtful word, gossiping words, backbiting words, tale-bearing words, painful words, wounding words, angry words, So it's very, very difficult. People have committed suicides because of bad words.
ധാരാളം പേര് അങ്ങനെ പെട്ടെന്ന് അവരുടെ ആ ഒരു ചിന്തയില്ലാതെ പറയുന്നത് react കൊണ്ട് ആയിട്ട്. One is we are talking about it. Second is the person is reacting immediately to the words. So അവരുടെ ഭാവി നശിപ്പിച്ച് പെട്ടെന്ന് പോയിട്ട് ഒരു സെക്കൻഡിൽ പോയിട്ട് ചാടി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ വെയിൻ കട്ട് ചെയ്യുക. That means they are not disciplined yes, while they speak. So one area is our speech. We have to be very careful. One area is our personal life. One area is prayer and Bible study. One area is our work. വർക്കിൽ ഏറ്റവും ഡിസിപ്ലിൻ വേണം. ശരിക്കും ഈ പേഴ്സണൽ ലൈഫിൽ ഡിസിപ്ലിൻഡ് ആയ ഒരു വ്യക്തി തീർച്ചയായിട്ടും വർക്ക് പ്ലേസിലും വിൽ ബി ഡിസിപ്ലിൻഡ് ആൻഡ് ഹി വിൽ അച്ചീവ് ഗ്രേറ്റ് സക്സസ് അറ്റ് വർക്ക്. Because of his discipline, he has to. People will respect his side effect. അതൊരു സൈഡ് എഫക്റ്റ് ആണ്. ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ജോലി നേരായിട്ട് നന്നായിട്ട് വിതിൻ ടൈം നന്നായിട്ട് ചെയ്താൽ എനിക്ക് സക്സസ് ഉണ്ടാവും എൻ്റെ ജോലിയിൽ. എനിക്ക് എൻ്റെ ജോലിയിൽ സക്സസ് ഉണ്ടെങ്കിൽ ആൾക്കാർ എൻ്റെ കൂടെ വരും. You will improve your productivity. People will come to me. My business will improve because I'm working well. They will look for you. Yes, and I will start climbing, and I will start becoming more successful, and I may even I will get promotions very fast. Because you're disciplined. Because I'm disciplined, and I will get a higher salary very fast. Simple. If I'm disciplined about my studies, I will acquire knowledge, I will retain knowledge, I will reproduce knowledge in my examinations. In a good way. So these are it is automatic that you will succeed. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ യുവജനങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഡിസിപ്ലിൻഡ് ആയി മറ്റുള്ളവർ ഞങ്ങളെ ആ ജോലി ചെയ്യുവാൻ ഞങ്ങളെ തേടി വരുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങളെ പോലെയുള്ളവരെ ഒരു കോളേജിന് കിട്ടുവാനായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽസ് ദേ ഷുഡ് ബി പ്രൗഡ് ഓഫ് us because we are there as സ്റ്റുഡൻസ്. അങ്ങനെ ഒരു വ്യക്തികളായിട്ട് മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഇത് കാണുന്നവരെയും ദൈവം സഹായിക്കട്ടെ. ഒരു ചെറിയ ബ്രേക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് വേഗത്തിൽ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നാം ശരിക്കും ഇത്രയും സമയം ഒരു വ്യക്തി ഡിസിപ്ലിൻഡ് ആകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തി ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ വിജയിക്കുവാനായി അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവം അവരിൽ ആഗ്രഹിക്കുന്നു അവർ ഡിസിപ്ലിൻ ആയിരിക്കണം. കാരണം ദൈവം ഗോഡ് ഹിംസെൽഫ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ഡിസിപ്ലിൻഡ്. Okay, he is the God of order, the Bible says. So അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയ ഒരു വ്യക്തി, ഒരു യുവാവ്, ഒരു യുവതി അവരുടെ ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് അവർ ചെയ്യേണ്ടത്, അവർ പ്ലാൻ ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യം എയിംലെസ് ആയിട്ട് നിൽക്കേണ്ട, ഒരു ഗോൾ വേണം. എയിം ഇൻ ലൈഫ് ഓർ ഗോൾ ഇൻ ലൈഫ്, ഒരു ഫോക്കസ് വേണം. എന്താ? ആൻഡ് ദ ഡിസിപ്ലിൻ വിൽ ഹെൽപ്പ് യു ടു റീച്ച് ദാറ്റ് ഗോൾ. അപ്പോൾ യുവങ്ങൾക്ക് എന്താ, എനിക്ക് യൂഷ്വലി കരിയർ അല്ലെങ്കിൽ മാരേജ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കോഴ്സ് തീർക്കുന്നത് 4 years means 4 years. Yes, at any cost. So at any cost, and then be focused towards that, and your discipline will help you to complete that successfully in time, and move ahead. So അത് ഒരു ഗോൾ ആവശ്യമാണ്. ശരിക്കും ഈ ഗോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറേ എൻ്റെ സുഹൃത്തുക്കൾ അവർ പഠിക്കുന്ന സമയത്ത് ഒരേ സമയം ജോലിയും കൂടെ ചെയ്യുന്നവരാണ്. പാർട്ട് ടൈം വർക്ക് ദേ ഡു. പക്ഷേ അവർ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് ദേ ഡോണ്ട് ഗെറ്റ് കോൺസെൻട്രേഷൻ ഇൻ ദെയർ സ്റ്റഡീസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലീറ്റിംഗ് ദാറ്റ് കോഴ്സ് ഇൻ 4 years of time, they take 6 years. ഓക്കെ, അപ്പോൾ ശരിക്കും അതൊരു ഫെയിലിയർ ആണോ? ഗോൾ സെറ്റിംഗ് ചെയ്യുന്നതിൽ ഒരു ഫെയിലിയർ അല്ല. I don't know if they have planned to do it that way. അവർക്ക് എന്തായാലും ജോലി, you can't have everything. കാരണം കഴിഞ്ഞ 4 വർഷം കൊണ്ട്, അതായത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് പാർട്ട് ടൈമിലൂടെ ഏൺ ചെയ്ത ആ പണം 2 വർഷത്തെ എക്സ്ട്രാ സ്റ്റഡീസിൽ അവർക്ക് നഷ്ടം വന്നു. അത് അവർക്ക് ഐ തിങ്ക് ഡിസിപ്ലിൻ ഇസ് നെസറി ഫോർ ദാറ്റ്. അവർ ഡിസിപ്ലിൻഡ് ആയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ പ്രോബ്ലി ഡു ദാറ്റ്. ആദ്യം തന്നെ അവർ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്ക് ജോലിയും ചെയ്യണം, എനിക്ക് പഠിക്കാനുണ്ട്, രണ്ടും ഒപ്പം ചെയ്തിട്ട് ഐ വിൽ ഫിനിഷ് ഇറ്റ്. അതായത് ഒരു കാര്യം മാത്രം ഏറ്റെടുക്കുക, എല്ലാം കൂടെ എടുത്ത്. അതുകൊണ്ട് attempting too many things at a time may
distract your focus. So one has to be careful. One more thing I wanted to mention is, which I would like to reiterate, and I'm very firm about, is one should be disciplined about the media we use. Okay. The time we spend on media, by media parnya television, internet, cell phone, okay? പിന്നെ ഈ കാലത്തിൽ കുറേ അനാവശ്യത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ സൈറ്റ്സ് ഉണ്ട് വിച്ച് ടേക്ക് അപ്പ് സോ മച്ച് ഓഫ് അവർ ടൈം. ഇത്രയും ടൈം വേസ്റ്റ് ആവും അതിൽ. ഫ്രണ്ട്സ് നമുക്ക് വാട്സാപ്പ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ MSN മെസ്സഞ്ചർ, അല്ലെങ്കിൽ എന്താ ഫേസ്ബുക്ക്, WeChat, കുറേ ഉണ്ട്. ഈ സാധനങ്ങളിൽ നമ്മൾക്ക് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പെട്ടെന്ന് നമ്മൾ mobile phones will be jammed with messages, and we feel obligated to see each and every message because our friend has sent it to us, and that takes up so much of our time, and it is such a waste of time. The prince of the power of the air, that is Satan, is using these through our friends to distract us from our main goal, to waste our time basically. So goal setting, എനിക്ക് വരുന്നുണ്ട് കുറേ messages. Many times I don't even see the messages. I just delete them. Okay. First of all, I don't have the time. Secondly, I know if I go into that, a lot of time is going to get wasted. The things that are more important to me in my work, my job, my students, my life, my family, my home, my patients, I will not be able to give time, effort, attention to these, which will make me successful. Yeah. My time is just going to get wasted. പല സഭകളിലും ഇന്ന് പല ചർച്ചകളിലും നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം, ഇന്ന് ഈ ചർച്ചിലേക്ക് വരുമ്പോൾ many of the young people, they will be on their cell phones. In church? In church. Inside the church? Yes. I see. Many of them. Okay. We have found many of them. Okay. While the service will be going on, and they will be using their, mobile phones and maybe chatting with somebody. Oh. Maybe they will be looking at some videos in the YouTube. അങ്ങനെയുള്ള ആ ഒരു, because they are not disciplined, they do not know how to behave in the church. It ruins them actually. അല്ല, you must do one thing at a time. ഇനി ചർച്ചിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഫുൾ എനർജി, ഫുൾ അറ്റൻഷൻ. I should be there. എൻ്റെ മനസ്സ് എവിടെയോ പോയിട്ട് ഞാൻ പള്ളിക്ക് പോയാൽ ഇറ്റ്സ് not going to benefit me. കാരണം ഒരു പള്ളിയിൽ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ പള്ളിക്ക് പോവേണ്ട, ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന ഒരു വ്യക്തി അത് ശ്രദ്ധിക്കാതെ മൊബൈലിൽ കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും when he will go for the work, he will also do the same thing. Yes. So he will not pay attention to any area of his life because things are always too many things. Yes. So we need to train ourselves to focus on one thing or one path at a time. Okay. Talking about goal setting. So യങ്സ്റ്റേഴ്സിന് നമ്മൾ പറയുമ്പോൾ അവർ ഗോൾ സെറ്റിംഗ് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പോൾ യൂഷ്വലി സ്റ്റുഡൻസ് ആകുമ്പോൾ ദാറ്റ് ഈസ് ഈസി. അവർ എന്തൊക്കെയോ 10th വരുമ്പോൾ അവർ ആലോചിക്കും, എനിക്ക് സയൻസ് സ്ട്രീമിൽ പോകണോ, കോമേഴ്സ് സ്ട്രീമിൽ പോകണോ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദെയർ ടാലൻസ്, അക്കോർഡിംഗ് ടു വാട്ട് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ, അവർക്ക് ആ ഗോൾ ചൂസ് ചെയ്യണം. തീർച്ചയായിട്ടും. കൂടുതൽ പ്രഷർ വേണ്ട, even by parents or by society, to fulfill their dreams through their children. Okay. തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ യുവജനങ്ങളും അവരിന്ന് മുതൽ ഡിസിപ്ലിൻഡ് ആയി ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവരായി ഓരോ പടികളും ഓരോന്നോരോന്നായി ചവിട്ടി കയറട്ടെ. ദൈവത്തിൻ്റെ ഹിതം അവരിൽ അതാണ് എന്ന് അവർ ഓരോരുത്തരും തിരിച്ചറിയട്ടെ. ഒരുപക്ഷെ അങ്ങനെ ഡിസിപ്ലിൻഡ് ആയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഡോക്ടറിനെ പോലെയുള്ളവർ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു വരാൻ തക്കോണം സാധിച്ചത്. ഇന്ന് അനേകരുണ്ട്, പലർക്കും ഡോക്ടേഴ്സ് ആകാൻ സാധിക്കുന്നില്ല, പക്ഷേ എങ്കിലും കുറച്ച് പേരൊക്കെ അതായിത്തീരുന്നു. കാരണം ദേ ആർ സോ ഡിസിപ്ലിൻ ദർ ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിൽ വേണ്ടി അങ്ങനെ ജീവിക്കുവാനായിട്ട് ഞങ്ങളുടെ യുവജനങ്ങളെ ദൈവം സഹായിക്കട്ടെ, അതിനായിട്ട് അവരെ ശക്തി കരുകട്ടെ. ഇന്ന് ഇവിടെ കടന്നു വന്ന് നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളൊരു ഡിസിപ്ലിൻ അല്ലാത്ത വ്യക്തിയാണോ? അച്ചടക്കവും മര്യാദയും ഇല്ലാത്ത ഒരു യുവാവാണോ, ഒരു യുവതിയാണോ? ജീവിതത്തിൽ വിജയിക്കുവാനായി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ അച്ചടക്കമുള്ള, എപ്പോഴും ഗോളുകൾ നമ്മുടെ മുൻപിൽ കാത്തു സൂക്ഷിച്ച് വിജയിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.